ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു LMD. ഇന്ന് നമ്മൾ സോളിഡ്സ് ആണ് റിവിഷൻ ചെയ്യുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പാർട്ട് 3, അതായത് ഘനരൂപങ്ങൾ. മലയാളത്തിൽ ഒന്നാമത്തെ ചോദ്യം, ദ ലാറ്ററൽ ഫേസ് ഓഫ് എ സ്ക്വയർ പിരമിഡ് ആർ ഈക്വലാറ്ററൽ ട്രയാങ്കിൾസ്. ദ ലെങ്ത് ഓഫ് ബേസ് എഡ്ജ് ഈസ് 10 centimeter. Find the sum of the length of all its edges. What is its slant height? What is its height? Find the volume. മനസ്സിലായല്ലോ. ഒരു സമചതുര സ്തൂപികയുടെ പാർശ്വമുഖങ്ങളെല്ലാം സമഭുജ ത്രികോണാകൃതിയാണ്, സമഭുജ ത്രികോണമാണ്. പാദവക്കിന്റെ നീളം 10 സെന്റിമീറ്റർ. അങ്ങനെ ആയാൽ എല്ലാ വക്കുകളുടെയും കൂടെ ആകെ തുക എന്ത്? ചരിവ് ഉയരം എത്ര, ഉയരം എത്ര, വ്യാപ്തി. ചോദ്യം വായിച്ച് ഇനി ഓരോന്നോരോന്നായിട്ട് ചെയ്യാം. എ ഇസ് ഈക്വൽ ടു E is equal to 10. അതായത് ലാറ്ററൽ എഡ്ജും ബേസ് എഡ്ജും ആർ ഈക്വൽ ഇൻ ആൻ ഈക്വലാറ്ററൽ ട്രയാങ്കിൾ. സമഭുജ ത്രികോണത്തില് പാർശ്വവക്കും പാദവക്കും തുല്യമാണ്. എ ഇസ് ഈക്വൽ ടു ഈസ് ഈക്വൽ ടു 10. അപ്പം 4 പാദവക്കും 4 പാർശ്വവക്കും ഉണ്ട്. അപ്പം എത്ര എണ്ണം ഉണ്ട്? 8 എഡ്ജസ് ആർ ദ ടോട്ടൽ 8 എണ്ണം ഉണ്ട്. അപ്പോൾ ഓരോന്നും 10 വീതമാണെങ്കിൽ 8 × 10 = 80. അപ്പോൾ ആദ്യത്തെ ആൻസറാണ് എന്താണ്? 80 സെൻറ്റിമീറ്റർ. രണ്ടാമത്തത് എന്താണ് ചോദിച്ചിരിക്കുന്നത്? സ്ലാൻഡ് ഹൈറ്റ്. ഇതാണ് സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറയുന്നത്, എൽ. അപ്പോൾ നമ്മളൊരു റിലേഷൻ ഉണ്ട്. എന്താണ്? E square equals L square plus A/2 the whole square equals E എത്ര? 10. 10 square equals L square plus 10/2 5 square. L square is equal to 10 square minus 5 square equals 100 minus 25 equals 75. Therefore L is equal to root of 75 equals എന്താണ്? 3 × 25 is 75. Root of 25 is 5. 5 √3 എന്ന് നമുക്ക് ആൻസർ കിട്ടും. സ്ലാൻഡ് ഹൈറ്റ് 5 √3. ഇനി അടുത്തത് ഹൈറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. മൂന്നാമത്തത് ഹൈറ്റ്. അപ്പം ഹൈറ്റിന് ഇതുപോലെ റിലേഷൻ ഉണ്ട്. ഈ റിലേഷൻ അല്ല, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള റിലേഷനാണ്. നമുക്ക് ഇങ്ങനെ ഈ റിലേഷൻ ഉപയോഗിച്ച് കാണാം. L square is equal to H square plus A/2 the whole square. L square, that is 75 equals H square plus എത്ര? 10. 10/2 5 square. H square is equal to 75 minus 5 square is 25 equals 50. Therefore H is equal to root of 50 equals 5 √2. അതായത് 25 × 2 is 5 √2. ഓക്കെ. ഇനി അടുത്തത് വോളിയമാണ്. വോളിയം എങ്ങനെയാണ് കാണുന്നത്? വാട്ട്സ് ദ വോളിയം? Volume of square pyramid. Volume equals 1/3 A square H equals 1/3 into എത്ര? 10. 10 × 10 × H is 5 √2. എത്ര ആൻസർ? 100. 500/3 √2 സെന്റിമീറ്റർ ക്യൂബ്. വോളിയം എത്ര കിട്ടി? 500 √2/3 സെന്റിമീറ്റർ ക്യൂബ്. ഓക്കെ, സെന്റിമീറ്റർ ക്യൂബ്. രണ്ടാമത്തെ ചോദ്യം, എ കോൺ ഓഫ് റേഡിയസ് 12 centimeters and height 15 centimeters is melted and recast into spheres of radius 3 centimeters. Find the number of spheres can be made by melting the cone. ഒരു കോൺ, ഈ കോണിന് ഉരുക്കി, കോണിൻ്റെ റേഡിയസ് എത്ര? 12 centimeter ആൻഡ് ഹൈറ്റ് ഉയരം 15 സെൻറ്റിമീറ്റർ.
ഇതിനെ മെൽറ്റ് ചെയ്ത് എന്തുണ്ടാക്കുന്നു? ഗോളങ്ങൾ ഉണ്ടാക്കുന്നു, സ്പിയേഴ്സ്. ഈ സ്പിയറിന്റെ റേഡിയസ് എത്ര? 3 സെന്റിമീറ്റർ. അപ്പോൾ ഒരു രൂപം, ഒരു സോളിഡ് മെൽറ്റ് ചെയ്ത് വേറൊരു സോളിഡ് ആക്കുമ്പോൾ there is no change in the volume. വ്യാപ്തത്തിൽ വ്യത്യാസമില്ല. ഇത് എത്രയാണോ ഉരുക്കി കിട്ടുന്നത് അത്രയും കണ്ടന്റ്, അത്രയും ആ ക്വാണ്ടിറ്റി വെച്ചിട്ട് നമ്മൾ എന്തുണ്ടാക്കുന്നു? സ്പിയർ ഉണ്ടാക്കുന്നു. അങ്ങനെ. പക്ഷേ സ്പിയറിന്റെ റേഡിയസ് കുറവാണ്. നോക്കേ, 3 സെന്റിമീറ്റർ. കോണിന്റെ റേഡിയസ് ആണെങ്കിൽ 12, ഹൈറ്റ് 15. ഇത് ഉരുക്കി ചെറിയ 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 കുഞ്ഞു കുഞ്ഞു ഗോളങ്ങളാക്കുന്നു, സ്പിയർ ആക്കുന്നു. അങ്ങനെ എത്ര സ്പിയർ നമുക്ക് ഉണ്ടാക്കാം. അപ്പം നമുക്ക് എന്താണ് നമ്പർ ഓഫ് സ്പിയേഴ്സ് ആണ് എന്താണ്? വോളിയം ഓഫ് കോൺ ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സ്പിയർ. അതാണ് നമ്മുടെ ഫോർമുല. നമ്പർ ഓഫ് സ്പിയേഴ്സ്. ഇത് 3 മാർക്കിന്റെ ചോദ്യമായിട്ടാണ് വരുന്നത് കേട്ടോ. 3 മാർക്കോ 4 മാർക്കോ. നമ്പർ ഓഫ് സ്പിയേഴ്സ് ഇസ് ഈക്വൽ ടു വോളിയം ഓഫ് കോൺ. ഒരെണ്ണമാണ്, കോൺ ഒന്നേ ഉള്ളൂ. വോളിയം ഓഫ് സ്പിയർ. അതായത് ഒരു കോണിന്റെ വോളിയത്തെ ഒരു സ്പിയറിന്റെ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര സ്പിയറുകൾ ഉണ്ടാക്കാമെന്ന് നമുക്ക് കിട്ടും. ഇനി വോളിയം ഓഫ് കോൺ. കോണിന്റെ വോളിയത്തിന്റെ ഫോർമുല എന്താണ്? 1/3 πr²h. നമുക്കത് എഴുതാം. ആദ്യം ഫോർമുല എഴുതാം. 1/3 πr²h ഡിവൈഡഡ് ബൈ 4/3 πr³. ഇനി നമുക്ക് വിലയൊക്കെ കൊടുക്കാം. അപ്പം എന്താണ്? 1/3 π, രണ്ടിടത്തുനിന്നും പൈ അങ്ങ് കട്ട് ചെയ്ത് പോകും. ഓക്കെ. 1/3 ഇൻറ്റു റേഡിയസ് എത്ര? 12 ഇൻറ്റു 12 ഇൻറ്റു ഹൈറ്റ് എത്ര? 15 ഡിവൈഡഡ് ബൈ 4/3 ഇൻറ്റു റേഡിയസ് എത്ര? 3 ഇൻറ്റു 3 ഇൻറ്റു 3. 3 3 ആണ് ഉള്ളത്. നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ കട്ട് ചെയ്യാം. ഇതാ ഈ 2 ഡിനോമിനേറ്ററും കട്ട് ചെയ്യാം. 3 4 times 3 4 times 3 5 times 4 4 5 4s 20. So number of spheres equals 20. ഓക്കെ. ഇത്രയേ ഉള്ളൂ. എളുപ്പമാണ്. പക്ഷേ റേഡിയസും ഹൈറ്റും എല്ലാം ശ്രദ്ധിച്ച് കൊടുക്കണം, വാല്യൂ കൊടുക്കണം. ഓക്കെ. മൂന്നാമത്തെ ചോദ്യം. A tent is in the shape of a cone with the base radius 20 meter and height 5 meters. What is the slant height of the tent? How much square meters of canvas is needed to make tent? Calculate the total cost of canvas needed to make the tent at the rate of 60 rupees per square meter. ഓക്കെ. നമുക്ക് ഈ ചോദ്യം വായിച്ചിട്ട് നല്ലതായിട്ട് ചെയ്യാം. ടെൻറ്റിൻ്റെ ഷേപ്പ് നോക്കിക്കുക, കോൺ ഷേപ്പാണ് അല്ലേ? ടെൻറ്റ് സാധാരണ കോൺ ഷേപ്പാണ്. താഴെ ഒന്നും കാണത്തില്ല. എന്താണ്? കർവ്ഡ് സർഫസ് ഏരിയ മാത്രമേ കാണൂ. അപ്പോൾ ഇവിടെ റേഡിയസും തന്നിട്ടുണ്ട്, ഹൈറ്റും തന്നിട്ടുണ്ട്. നമ്മുടെ എന്താ ചോദിച്ചിരിക്കുന്നത്? വാട്ട് ഈസ് ദ സ്ലാൻഡ് ഹൈറ്റ് ഓഫ് ദ ടെൻറ്റ്? അപ്പോൾ ആദ്യത്തെ ആൻസർ നമുക്ക് ചെയ്യാം. സ്ലാൻഡ് ഹൈറ്റ് ഇതാണ്. സ്ലാൻഡ് ഹൈറ്റ് L² is equal to h² plus r². ഈ ഹൈറ്റിനെയാണ് സ്ലാൻഡ് ഹൈറ്റ്. ഇതാണ് ചരിവ് ഉയരം. h r നമുക്കൊണ്ട് ഡയറക്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റും. 15² plus 20². 225 plus 400 equals 625. വെയിൽ എത്രയാണ്? റൂട്ട് ഓഫ് 625 ഈക്വൽസ് 25. അപ്പോൾ ഒന്നാമത്തെ ആൻസർ കിട്ടി, സ്ലാൻഡ് ഹൈറ്റ് കിട്ടി, നമുക്ക് 25 എന്ന് കിട്ടി. രണ്ടാമത്തത്, ഹൗ മച്ച് സ്ക്വയർ മീറ്റേഴ്സ് ഓഫ് ക്യാൻവാസ് ഇസ് നീഡഡ് ടു മേക്ക് ദ ടെൻറ്റ്? ടെൻറ്റ് ഉണ്ടാക്കാൻ എത്ര ക്യാൻവാസ്? ചുറ്റിനുമല്ല നമ്മൾ ക്യാൻവാസ് ഇടുന്നത്, അടിഭാഗത്തൊന്നുമില്ല. അതായത് ചുറ്റിന്, അതായത് കേർവ്ഡ് സർഫസ് ഏരിയ. അപ്പോൾ രണ്ടാമത്തെ നമുക്ക് കേർവ്ഡ് സർഫസ് ഏരിയ കണ്ടാൽ മതി. CS എന്ന് ഞാൻ ചുരുക്കത്തിൽ എഴുതുന്നുണ്ട്. കേർവ്ഡ് സർഫസ് ഏരിയ എന്താണ്? π
R L equals 5 into radius എത്ര 20 into 25 L എത്ര 505 centimeter square. How much square meters? അത്രയും സെൻറ്റിമീറ്റർ അല്ല, മീറ്റർ സ്ക്വയർ. പൈക്ക് വേണമെങ്കിൽ നമുക്ക് വാല്യൂ ഇടാം 3.14 ഇട്ട് ചെയ്യാം. മൂന്നാമത്തെ ചോദ്യം, ടോട്ടൽ കോസ്റ്റ് ഓഫ് ക്യാൻവാസ്. അപ്പോൾ ഇതുണ്ടാക്കാൻ ഇത്രയുമാണ് ഏരിയ. ഇതുണ്ടാക്കാൻ വേണ്ട ക്യാൻവാസിൻ്റെ വില 1 സ്ക്വയർ മീറ്ററിന് 60 രൂപ വെച്ച് എത്ര രൂപ ചിലവാകും? ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കാൻ 1 സ്ക്വയർ മീറ്ററിന് 60 രൂപയാണ്. ഞാൻ 80 രൂപയെന്ന് തെറ്റി പറഞ്ഞു. അപ്പം നമുക്ക് ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കാം. ടോട്ടൽ കോസ്റ്റ് ഈക്വൽ 500 പൈ മീറ്റർ സ്ക്വയറിന് 1 മീറ്റർ സ്ക്വയറിന് 80 രൂപ വെച്ച് എത്ര രൂപ? ഈക്വൽ 500 ഇൻറ്റു 3.14 ഇൻറ്റു 80 ആയിട്ടല്ല 60. പിന്നെയും തെറ്റ് ആവർത്തിക്കുകയാണ്. 60 ആണ്, 80 അല്ല 60 ആണ് തന്നിരിക്കുന്നത്. അപ്പം എത്ര വരും? 5 ഇൻറ്റു 314 ഇൻറ്റു 60. അപ്പോൾ ഫൈനൽ ആൻസർ എത്ര? Equal 5 into 60 is 300 into 314. 3, 4, 9, 3 rupees ആണ് നമുക്ക് ആവുന്നത്. 94,200 rupees ആണ് ടോട്ടൽ കോസ്റ്റ് ആവുന്നത്. അപ്പോൾ 3 ചോദ്യങ്ങൾ കഴിഞ്ഞു. ബാക്കിയുള്ള ചോദ്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ. ഓക്കെ, ബൈ.